ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഈ ദശകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. സർക്കാർ കേരളത്തിലെ ജനങ്ങളെയാകെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്ത് ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിയമസഭയിൽ കൊടുത്തിട്ടുള്ള മറുപടി, ഷൊർണൂർ MLA ചോദിച്ച ചോദ്യത്തിന് സർക്കാർ കൊടുത്ത മറുപടി അനുസരിച്ച് കേരളത്തിൽ 6 ലക്ഷം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്നാണ് ഔദ്യോഗികമായി സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള കണക്ക്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ 6 ലക്ഷം പേരും ദാരിദ്ര്യ വിമുക്തമായോ? അങ്ങനെയാണോ സർക്കാർ അവകാശപ്പെടുന്നത്? ഇന്നലെ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുമ്പോൾ ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പിൻ്റെ മന്ത്രി അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ 1,54,000 അതിദരിദ്രരുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അന്വേഷണത്തിലൂടെ 64,000 എന്ന് കണ്ടെത്തി. ആ 64,000 പേരെയും ദാരിദ്ര്യത്തിൽ വിമുക്തമാക്കി എന്നുള്ളതാണ് ഇന്നലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി അവകാശപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം മുമ്പ് നിയമസഭയിലെ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ നൽകിയിട്ടുള്ള മറുപടി വ്യാജമായിരുന്നുവോ? 6 ലക്ഷത്തോളം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ കേരളത്തിലുണ്ട് എന്ന് നിയമസഭയിൽ കൊടുത്ത മറുപടി അത് വ്യാജമായ രേഖയായിരുന്നു, വ്യാജമായിരുന്നു. ബോധപൂർവം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണോ മന്ത്രി തയ്യാറായത്? അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനം അവസാനിപ്പിക്കാൻ വേണ്ടി ഈ സർക്കാർ തയ്യാറാവണം. നവംബർ 1 തന്നെ ഈ വലിയ തട്ടിപ്പ് പ്രഖ്യാപിക്കാൻ തിരഞ്ഞെടുത്തത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. നവംബർ 1 കേരളപ്പിറവി ദിനമാണ്. അല്ലാതെ ഇന്ന് ഏപ്രിൽ 1 അല്ല, ഇന്ന് വിഡ്ഢി ദിനമല്ല, ഇന്ന് തട്ടിപ്പും വെട്ടിപ്പും കളവും പറയേണ്ട ദിവസമല്ല. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ പുരോഗമനാത്മകരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യമല്ലേ സർക്കാർ പറയേണ്ടത്? അത് വരെ തട്ടിപ്പ് പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണ്. മാത്രമല്ല, നമ്മുടെ മുമ്പിലുള്ള എല്ലാ കണക്കുകളും എല്ലാ രേഖകളും എല്ലാ അനുഭവങ്ങളും സർക്കാരിൻ്റെ അവകാശവാദത്തിൽ 1% പോലും വസ്തുതയില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എന്താണ് ഈ അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം? സ്വന്തമായി വീടില്ലാത്തവരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും കേരളത്തിൽ സ്വന്തമായി വീടില്ലാത്ത 10,000-കണക്കിന് ആളുകളുണ്ട്. ഓരോ ദിവസവും അത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. SC വിഭാഗം താമസിക്കുന്ന ഊരുക്കൾ, ആദിവാസി വിഭാഗം താമസിക്കുന്ന ഊരുക്കൾ, SC കോളനികളിലും ആദിവാസി ഊരുക്കളിലും 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും സ്വന്തമായി വീടില്ലാത്തവരുണ്ട്. അവരെല്ലാവരും ദാരിദ്ര്യ വിമുക്തമായി എന്നാണോ സർക്കാരിൻ്റെ അവകാശവാദം? കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന അന്ത്യോദയ അന്നയോജന പ്രകാരം 54 ലക്ഷത്തിലേറെ ആളുകൾക്ക് സൗജന്യമായി കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അവരെല്ലാവരും ദാരിദ്ര്യ വിമുക്തരായി എന്നാണോ സർക്കാരിൻ്റെ അവകാശവാദം? അപ്പോൾ ഈ അവകാശവാദങ്ങളും സർക്കാരിൻ്റെ വാദങ്ങളൊന്നും പരസ്പരം പൊരുത്തപ്പെടുന്നതല്ല. മാത്രമല്ല, എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത് കേരളം ദാരിദ്ര്യ വിമുക്തമാക്കാനുള്ള പരിശ്രമത്തിൽ ഏറ്റവും പുറകിലാണ് എന്നാണ്. വേൾഡ് ബാങ്ക് കഴിഞ്ഞ പ്രാവശ്യം പുറത്തിറക്കിയിട്ടുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ദാരിദ്ര്യ വിമുക്തമാക്കാൻ പരിശ്രമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ റിപ്പോർട്ടിനോട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണം എന്താണ്?